പശ്ചിമകൊച്ചി കുംബ്ലങ്ങി വഴി പെരുമ്പടപ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് റോഡിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ നടപടികൾ കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് കുമ്പളങ്ങി മേഖലയിലെ ജനങ്ങൾ എറണാകുളം നഗരത്തിലേക്ക് എത്താൻ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണ് കുമ്പളങ്ങി വഴി പെരുമ്പടപ്പ് റോഡ്. ബോട്ടിൽ നെക്ക് പോലെയുള്ള ഈ റോഡിന്റെ ഒരു വശം ജല അതോറിറ്റിയുടെ പൈപ്പിടുന്ന ജോലികൾക്കായി വെട്ടിപ്പൊളിച്ചിട്ട് 4 മാസത്തിലധികമായി. അരൂർ ആലപ്പുഴ ആകാശപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ എഴുപുന്ന വഴി കുമ്പളങ്ങി പെരുമ്പടപ്പ് റോഡിലൂടെയാണ് പ്രദേശവാസികൾക്കപ്പുറം യാത്രികർ ഇരുചക്ര വാഹനങ്ങളിലും കാറിലും മറ്റുമായി എറണാകുളം നഗരത്തിലേക്ക് എത്തുന്നത്. അനിയന്ത്രിതമായ വാഹന ബാഹുല്യവും കാലവർഷം മൂലമുള്ള വെള്ളക്കെട്ടും റോഡിന്റെ അവസ്ഥ വീണ്ടും ദയനീയമാക്കുകയാണ്. ജോലികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കുഴികളടച്ച് റോഡ് പഴയപടിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ ജല അതോറിറ്റി പണം കെട്ടിവെച്ചിട്ടും പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് റോഡിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ നടപടികൾ കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു സമരം നടത്തേണ്ട സാഹചര്യം ഈ PWDയുടെ റോഡ് നഗരസഭയുടെ അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ചിട്ട് ഈ റോഡിന്റെ ഫ്രസ്ട്രേഷൻ ചാർജ് വാട്ടർ അതോറിറ്റി PWDയിൽ അടച്ചിട്ട് മാസങ്ങളായിട്ട് PWD അധികാരികൾ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ജൂൺ 2-ാം തീയതി നമ്മുടെ സ്കൂളുകൾ തുറക്കുകയാണ്. വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് ഈ റോഡിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ റോഡിന്റെ കുഴികളിൽ വീണ ആളുകൾക്ക് ദൈനംദിന അപകടമുണ്ടാകുമ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ട്. റോഡിന്റെ കുഴികളിൽ വീണ ആളുകൾ മരണപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിന്റെ PWD വകുപ്പിനായിരിക്കുമെന്നുള്ള സൂചന നൽകുമ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ സാഹചര്യത്തിൽ എടക്കൊച്ചിയിലെ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരുന്നു. ആ റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറി NR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധത്തിൽ കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സഗീർ, മണ്ഡലം പ്രസിഡന്റ് VF ഏണസ്റ്റ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹസീന നജീബ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സന്തോഷ് ആലുംപറമ്പിൽ, MA ജോസി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ പടിപ്പുരയ്ക്കൽ, സജ്ന യേശുദാസ്, അഞ്ജു സംഗീത് ബാബു, ത്രേസ്യാമ്മ ജോബ്, റഹീസ സലാം, TU ഷമീർ, സംഗീത് ബാബു, MM പ്രജിത്ത്, വിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സമരം ഒരു സൂചനാ സമരമാണ്. കഴിഞ്ഞ മാസങ്ങളായി വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി ഈ റോഡിന്റെ സൈഡ് പൊളിച്ച് കളഞ്ഞിട്ട് മാസങ്ങളായി. ഇതുവരെ ആ റോഡ് നന്നാക്കുവാൻ PWD തയ്യാറായിട്ടില്ല. ദിവസേനോളം ഇവിടെ ആളുകൾ ഇപ്പോൾ വീഴുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങളുടെ സമരത്തിന്റെ രൂപം മാറും എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കുറെ മെറ്റൽ കൊണ്ട് അവർ ഇറക്കുകയുണ്ടായി. ആ മെറ്റൽ കൊണ്ട് ഇറക്കിയോടുകൂടി സംഭവം വീണ്ടും ദുരിതമായിരിക്കുകയാണ്. അവിടെ വണ്ടി പോകുമ്പോൾ മെറ്റൽ തെറിച്ച ആളുകളുടെ മേറ്റ് വീഴുന്ന ഒരു അവസ്ഥ. ഇതെന്താണിത് എന്ന് ഞങ്ങൾ അന്വേഷിച്ച് PWD ചെന്നപ്പോൾ അവർ ചെയ്യാം എന്നല്ലാതെ ഇതുവരെ ഇതിലൊരു നടപടി ഉണ്ടാക്കുന്നില്ല. ഈ പ്രദേശത്തെ യാത്രാക്ലേശം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതിലൂടെ ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കുവാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു അവരുടെ കഴിവുകേടാണ് ഈ റോഡ് നന്നാക്കാനായിട്ടുള്ള അവസരം ഇല്ലാതെയാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, NH ഹൈവേ ബ്ലോക്കായി സ്ഥിതിക്ക് തിരുവനന്തപുരം പോലെയുള്ള എല്ലാ റൂട്ടുകളും ഈ വഴിയിലൂടെയാണ് പോകുന്നത്. സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,